പ്രിൻസിപ്പലിന്റെ സസ്പെൻഷൻ പിൻവലിക്കാൻ മുഖ്യമന്ത്രിയുടെ അടിയന്തര നിർദ്ദേശം. സോഷ്യൽ മീഡിയ പോസ്റ്റിന്റെ പേരിൽ സ്കൂൾ പ്രിൻസിപ്പലിനെ സസ്പെൻഡ് ചെയ്ത നടപടി അടിയന്തരമായി പിൻവലിക്കാൻ മുഖ്യമന്ത്രി VD സതീശന്റെ ഉത്തരവ്. ആറ്റിങ്ങൽ മോഡൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ S. ജവാദിനെതിരെയായിരുന്നു കഴിഞ്ഞ ദിവസം പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ നടപടിയെടുത്തത്. സർവീസിൽ നിന്ന് വിരമിക്കാൻ വെറും 2 ദിവസം മാത്രം ബാക്കി നിൽക്കെയാണ് പ്രിൻസിപ്പലിനെതിരെ സസ്പെൻഷൻ നടപടി ഉണ്ടായത്. അധ്യാപകന്റെ വിരമിക്കൽ പ്രായവും മാനുഷിക പരിഗണനയും മുൻനിർത്തിയാണ് സസ്പെൻഷൻ പിൻവലിക്കാൻ മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയത്. പരാതി നൽകിയത് മുഖ്യമന്ത്രിയല്ല. ഫേസ്ബുക്ക് പോസ്റ്റുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രിയോ മുഖ്യമന്ത്രിയുടെ ഓഫീസോ യാതൊരു പരാതിയും നൽകിയിരുന്നില്ല. പുറത്തുനിന്ന് ലഭിച്ച മറ്റൊരു പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു വിദ്യാഭ്യാസ വകുപ്പിന്റെ അടിയന്തര നടപടി. ഖജനാവ് കാലിയാക്കിയാണ് പിണറായി ഒഴിഞ്ഞത്. അഴിമതികളെല്ലാം അന്വേഷിച്ച് പുറത്തു കൊണ്ടുവരും രമേശ് ചെന്നിത്തല. എന്തിനു വേണ്ടിയാണ് കഴിഞ്ഞ സർക്കാർ ഇത്രയും പണം ചിലവാക്കിയതെന്നും ഇത് സംസ്ഥാനത്തിന്റെ പുരോഗതിക്ക് വേണ്ടി ആയിരുന്നില്ല എന്നത് വ്യക്തമാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. അഴിമതിയും കൊള്ളയും മാത്രം നടത്തിയ സർക്കാരാണ് കഴിഞ്ഞ 5 വർഷം ഇവിടെ ഭരിച്ചത്. മുൻ ഭരണത്തിൽ നടന്ന ഓരോ അഴിമതിയും LDF സർക്കാരിന്റെ കാലത്തെ വഴിവിട്ട ഇടപാടുകളും പുതിയ UDF സർക്കാർ കൃത്യമായി അന്വേഷിച്ച് പുറത്തു കൊണ്ടുവരും. നിയമ നടപടികൾ ഇനിയും വരാനിരിക്കുന്നതേ ഉള്ളൂവെന്നും അദ്ദേഹം LDF നേതാക്കൾക്ക് മുന്നറിയിപ്പ് നൽകി. കോട്ടയത്ത് ഹെലികോപ്റ്ററുകൾക്കും ഡ്രോണുകൾക്കും നിരോധനം. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണന്റെ സന്ദർശനത്തോടനുബന്ധിച്ച വ്യോമ സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി കോട്ടയം പോലീസ് പരേഡ് ഗ്രൗണ്ട്, മാമൻ മാപ്പിള ഹാൾ എന്നിവയുടെ വ്യോമപരിധിയിലും ജില്ലയിലെ ഹെലിപ്പാഡുകളിലും മെയ് 31 പുലർച്ചെ 12 മുതൽ 24 മണിക്കൂർ ഹെലികോപ്റ്ററുകളും ഡ്രോണുകളും മൈക്രോലൈറ്റ് എയർക്രാഫ്റ്റുകളും UAVകളും മറ്റു ഉപകരണങ്ങളും പറത്തുന്നതിന് നിരോധനം ഏർപ്പെടുത്തി ജില്ലാ കളക്ടർ ഉത്തരവിട്ടു. നേമത്തിനും തിരുവനന്തപുരം സെൻട്രലിനുമിടയിൽ മണ്ണിടിച്ചിൽ. റെയിൽവേ ട്രാക്കിലേക്ക് മണ്ണിടിഞ്ഞു വീണു. ട്രാക്കിൽ നിന്നും മണ്ണ് നീക്കം ചെയ്യുന്ന പ്രവൃത്തി പുരോഗമിക്കുകയാണ്. തിരുവനന്തപുരം നഗരത്തിൽ അതിശക്തമായ മഴയാണ് പെയ്യുന്നത്. പലയിടത്തും വെള്ളക്കെട്ടുണ്ടായി ഗതാഗതം തടസ്സപ്പെട്ടു. ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ തിരുവനന്തപുരത്ത് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. അതിവേഗ റെയിൽവേ പദ്ധതി കേരളത്തിൽ വേണം. പുതിയ പദ്ധതി എതിർക്കില്ലെന്ന് MP ഗോവിന്ദൻ. കേരളത്തിന് അതിവേഗ റെയിൽവേ പദ്ധതി ആവശ്യമാണെന്നും അധികാരത്തിൽ നിന്ന് പുറത്തുപോയെന്ന് കരുതി പദ്ധതിയെ എതിർക്കില്ലെന്നും CPI സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദൻ. അതിവേഗ റെയിൽവേ പദ്ധതി വേണമെന്നതാണ് CPMന്റെ എപ്പോഴത്തെ നിലപാടെന്നും ഗോവിന്ദൻ വ്യക്തമാക്കി. കേരളത്തിന്റെ ഭാവിക്ക് അത്യന്താപേക്ഷിതമായ സിൽവർ ലൈൻ പദ്ധതി ഇല്ലാതാക്കിയതിൽ UDF കേരളത്തോട് മാപ്പ് പറയണമെന്നും ഗോവിന്ദൻ ആവശ്യപ്പെട്ടു. റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി അവസാനിക്കാറായി. 43 പേർക്ക് ഉടൻ നിയമനം നൽകാൻ ഉത്തരവിട്ട് രമേശ് ചെന്നിത്തല. കാലാവധി അവസാനിക്കാൻ ദിവസങ്ങൾ ബാക്കി നിൽക്കെ SI റാങ്ക് ലിസ്റ്റിൽ നിന്ന് 43 ഉദ്യോഗാർത്ഥികൾക്ക് ഉടൻ നിയമനം നൽകാൻ നിർദ്ദേശം നൽകി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. 2025 ജൂൺ 9 സബ് ഇൻസ്പെക്ടർ പരീക്ഷയുടെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചത്. ലിസ്റ്റിന്റെ കാലാവധി 2026 ജൂൺ 9 അവസാനിക്കും. PSC റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി നീട്ടിയിരുന്നെങ്കിലും ഇവർക്ക് ആ ഉത്തരവ് ബാധകമായിരുന്നില്ല. കിഴക്കമ്പലത്ത് വിവാഹത്തിൽ നിന്ന് പിന്മാറാൻ ആവശ്യപ്പെട്ട് കാമുകിയെ ക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ യുവാവ് പിടിയിലായി. സ്വകാര്യ ബാങ്ക് ജീവനക്കാരനായ നിതിൻ എന്ന യുവാവാണ് വധശ്രമ കേസിൽ പോലീസിന്റെ പിടിയിലായത്. കഴിഞ്ഞ ശനിയാഴ്ച രാത്രിയുണ്ടായ തർക്കത്തിനൊടുവിൽ യുവതി മരിച്ചെന്ന് കരുതി കൈകൾ കൂട്ടിക്കെട്ടി കോതമംഗലം ബൈപ്പാസിന് സമീപമുള്ള വിജനമായ കാട്ടിൽ ഇയാൾ തള്ളുകയായിരുന്നു. നിയമസഭയിൽ വന്ദേമാതരം പൂർണ്ണമായി ആലപിക്കുന്നത് നിർബന്ധമല്ലെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ദേശീയ ഗീതമായ വന്ദേമാതരം പൂർണ്ണ രൂപത്തിൽ ആലപിക്കുന്നത് നിർബന്ധമല്ലെന്നും ഇത് സംബന്ധിച്ച് പാർലമെന്റ് പാസാക്കിയ നിയമങ്ങളൊന്നും നിലവിലെന്നും മുഖ്യമന്ത്രി VD സതീശൻ വ്യക്തമാക്കി. 16ാം കേരള നിയമസഭയുടെ നയപ്രഖ്യാപന പ്രസംഗത്തിനിടെ വന്ദേമാതരം പൂർണ്ണ രൂപത്തിൽ ആലപിച്ചില്ലെന്ന് കാണിച്ച് ഗവർണർ രാജേന്ദ്ര അർലേക്കർ ആശങ്ക പ്രകടിപ്പിച്ച സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രിയുടെ മറുപടി. യുവതിയെ പീഡിപ്പിച്ച കേസ്. ശ്രീകൃഷ്ണപുരം ലോക്കൽ കമ്മിറ്റി അംഗത്തെ പുറത്താക്കി CPIM. ജോലി വാഗ്ദാനം ചെയ്ത് യുവതിയെ പീഡിപ്പിച്ച കേസിലെ പ്രതിയായ നേതാവിനെ പുറത്താക്കി CPIM. ശ്രീകൃഷ്ണപുരം ലോക്കൽ കമ്മിറ്റി അംഗം C. സുജിത്തിനെയാണ് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തത്. 23-കാരിയുടെ പരാതിയിലാണ് സുജിത്തിനെതിരെ കേസെടുത്തത്. ഒളിവിലുള്ള സുജിത്തിനായി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. CPIM
നേതാവ് TP ദാസൻ അന്തരിച്ചു. കോഴിക്കോട്ടെ മുതിർന്ന CPIM നേതാവ് TP ദാസൻ അന്തരിച്ചു. 76 വയസ്സായിരുന്നു. വെള്ളിയാഴ്ച രാത്രി 11:30 കോഴിക്കോട്ടെ സഹകരണ ആശുപത്രിയിലായിരുന്നു അന്ത്യം. CPIM മുൻ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിരുന്നു. കോഴിക്കോട് കോർപ്പറേഷൻ മുൻ മേയറായും സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ മുൻ പ്രസിഡന്റ് എന്നീ നിലകളിലും പ്രവർത്തിച്ചിട്ടുണ്ട്.